അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. മരണം ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. എല്ലാ ദേഹവും മരണം ആസ്വദിക്കും. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ച വാർത്തകൾ നമ്മൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില ബാധ്യതകൾ നമുക്കുണ്ട്. ഒരു മയ്യത്തിന് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ മയ്യത്ത് കുളിപ്പിക്കുക, അതിനെ കഫൻ ചെയ്യുക, അതുപോലെ തന്നെ അതിനുവേണ്ടി മയ്യത്തിനു വേണ്ടി നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക എന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മേൽ ബാധ്യതയുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മയ്യത്തിനു വേണ്ടി നിസ്കരിക്കുക എന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാലിഹായ മക്കൾ യദുഉ ലഹു, മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളുള്ളത് നമ്മുടെ ഈ ദുനിയാവിൽ നിക്ഷേപിച്ചു പോകുന്ന ഏറ്റവും നല്ല വിഭവമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നാം നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്നത് അത് എങ്ങനെയെങ്കിലും നിസ്കരിക്കുക എന്നതല്ല, ആത്മാർത്ഥമായി നിസ്കരിക്കുക എന്നത്. അത് എല്ലാ വശങ്ങളും അറിഞ്ഞ് അതിൻ്റെ പറയേണ്ട ഭാഗങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി പറയേണ്ട രൂപത്തിലും ഭാവത്തിലും വണ്ണത്തിലും പറഞ്ഞ് ആ രൂപത്തിൽ മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് കിട്ടുന്ന റാഹത്ത് എത്ര വലുതായിരിക്കും. 40 ആളുകൾ ഒരു മയ്യത്തിൻ്റെ മേൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആളല്ല, തൗഹീദുള്ള 40 ആളുകൾ ആ മയ്യത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് ഷഫാഅത്ത്, ശുപാർശ ലഭിക്കും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ രൂപത്തെയാണ്. ഒരാൾ ഇമാമായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ, ഒരു മയ്യത്ത് സ്ത്രീയാണെങ്കിൽ മയ്യത്തിൻ്റെ വയറുഭാഗത്താണ് നിൽക്കേണ്ടത് ഇമാമ്. എന്നാൽ മയ്യത്ത് പുരുഷനാണെങ്കിൽ ആ മയ്യത്തിൻ്റെ തലഭാഗത്താണ് നിൽക്കേണ്ടത്. ഇനി മയ്യത്തിൻ്റെ രൂപം, ആ മയ്യത്തിൻ്റെ മേൽ ഫർളായ നിസ്കാരം, ആ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ കരുതലാണ് വേണ്ടത്. ഇങ്ങനെ നിയ്യത്ത് മനസ്സിൽ കരുതി ഏതൊരു കർമ്മത്തിനും നിയ്യത്തുണ്ട്. എല്ലാ കർമ്മങ്ങളും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മങ്ങളും ഉള്ളത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അവിടെ നിയ്യത്ത് അനിവാര്യമാണ്. അതുപോലെ തന്നെ 4 തക്ബീറുകളാണുള്ളത്. എത്ര റക്അത്താണ് മയ്യത്ത് നിസ്കാരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്രയേ പറയുക? റക്അത്തുകളില്ലാത്ത 4 തക്ബീറുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് മയ്യത്ത് നിസ്കാരം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ തക്ബീറിന് ശേഷം എന്ത്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം എന്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം എന്തു പറയണം, ഇങ്ങനെ ഓരോ തക്ബീറുകൾക്കിടയിലും എന്തു പറയണം എന്നതും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നമ്മൾ നിയ്യത്ത് മനസ്സിൽ കരുതി ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2 കരങ്ങൾ ഉയർത്തി നമ്മൾ കെട്ടുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാം ആദ്യത്തെ തക്ബീർ കഴിഞ്ഞു. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ആരുമില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യം ഓതേണ്ടത്. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ആശയവും അർത്ഥവും അറിഞ്ഞ് മനസ്സിൽ തട്ടിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക. രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് കൈയഴിച്ച് കെട്ടുക. അങ്ങനെ കൈയഴിച്ച് കെട്ടിയതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. അത് ഏത് സ്വലാത്താണ് ഉത്തമം? ഇബ്രാഹിമിയ സ്വലാത്ത്. നമ്മൾ തശഹുദിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് പറയുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് പൂർണ്ണമായി ചൊല്ലലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ശേഷം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയഴിച്ച് കെട്ടുകയാണ്.
അപ്പോൾ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഇനിയൊരു സുദീർഘമായ പ്രാർത്ഥനയുണ്ട്. ഈ സുദീർഘമായ പ്രാർത്ഥന പഠിക്കലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. എന്നാൽ ഈ പ്രാർത്ഥനയെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൻ്റെ അർത്ഥം അല്ലാഹുവേ നീ ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്നാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന് റബ്ബേ നീ പുറത്തു കൊടുക്കണേ. ഒരുപാട് തെറ്റുകൾ, മനുഷ്യ സഹജമായി ചെയ്തുപോയ തെറ്റുകളുണ്ടാകും, എല്ലാം നീ പുറത്തു കൊടുക്കണേ എന്ന ആത്മാർത്ഥമായ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ സുദീർഘമായ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മുദ്ഖലഹു واغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر ومن عذاب النار. اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله وغسله بالماء والثلج والبرد എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായ, നിങ്ങൾക്കിപ്പോൾ അത് സ്ക്രീനിൽ കാണാം, സുദീർഘമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ നീ ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ. വർഹംഹു, നീ കരുണ ചെയ്യണേ. എന്താണ് കരുണ ചെയ്യുക എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തെന്താ? നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. പ്രവാചകനോട് സഹാബത്ത് ചോദിക്കാണ്, വല അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കളും പ്രവേശിക്കൂലേ? കാരണം രാത്രി കാലിൽ നീര് വരുമാറ് നിന്ന് നിസ്കരിച്ച, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ച, സ്വഹാബത്തിനേക്കാളും വലിയ തഖ്വയുള്ള പ്രവാചകൻ, ആ പ്രവാചകൻ പോലും സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ എന്ന സ്വഹാബത്തിൻ്റെ പ്രസക്തമായ ചോദ്യത്തിന് പ്രവാചകൻ എന്തു പറഞ്ഞെന്നറിയോ? ഞാൻ പ്രവേശിക്കുന്നല്ല പറഞ്ഞത്, വല അന, ഞാനും പ്രവേശിക്കുകയില്ല, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അവൻ്റെ റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, കാരുണ്യം കൊണ്ടല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിനു വേണ്ടി, റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ. രണ്ടാമത്തെ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പറയുമ്പോൾ റബ്ബേ നീ ആ മയ്യത്തിന് കരുണ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വആഫിഹി, പാരത്രിക ലോകത്തും ആഫിയത്തുണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വഅഫു അൻഹു, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ, പിടിച്ചു വച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ഹലക്ക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ മനുഷ്യൻ നശിച്ചിരിക്കുന്നു. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹു അൽ അഫുവാണ്, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹുവേ നീ ആ മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്യണേ, ചെയ്തു പോയ പാപങ്ങളെ നീ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്ത് നീ ആ മനുഷ്യനെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടാകുന്നത്. ഇനി തീർന്നില്ല. വ അക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുദീർഘമായ പ്രാർത്ഥന, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പൂർണ്ണമായി സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും മയ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായ അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്. ആ മയ്യത്തിൻ്റെ തെറ്റുകളെ കഴുകിക്കളയാനും, ആ മയ്യത്തിന്, മരിച്ച മയ്യത്തിന് പകരം തൻ്റെ കുടുംബക്കാർക്ക് പകരം സ്വർഗത്തിൽ കുടുംബക്കാരെ നൽകാനും, നല്ല വീട് നൽകാനും, നല്ല അയൽവാസിയെ നൽകാനും, അതുപോലെ ഈ ചെയ്തുപോയ തെറ്റുകൾ മുഴുവൻ മായ്ക്കപ്പെടാനും, ഖബറിലെ ശിക്ഷയിൽ നിന്നുമെല്ലാമാണ് നമ്മൾ ആ മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ സുദീർഘമായ പ്രാർത്ഥന അത് കാണാതെ പഠിച്ച് അതിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ശേഷം ഈ തക്ബീർ, അതായത് ഈ മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും കൈയടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയടിച്ച് കെട്ടുകയാണ്. ഈ നാലാമത്തെ തക്ബീറിന് ശേഷം പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും
സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ചില ആളുകളൊക്കെയും അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു വലാ തഫ്തിന്ന ബഅദഹു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അത് സ്ഥിരപ്പെട്ടു വന്നതായി നമുക്കറിയില്ല. അല്ലാഹു ആലം. ശേഷം വലതു ഭാഗത്തേക്ക് സലാം വീട്ടുക, അതാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്. ഇനി ഒരാൾ ഇടത്തേക്ക് സലാം വീട്ടിയാലും അതിൽ പ്രശ്നമൊന്നുമില്ല എന്നത് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ പഠിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.